അപ്പോൾ എങ്ങനെയാ തുടങ്ങിയല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ എച്ച് വിനോദ് സംവിധാനം ചെയ്ത ഇളയ ദളപതി വിജയ് നായകനായ ചിത്രമാണ് ജനനായകൻ. ജനനായകൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ ഇന്നലെ കേട്ടു. എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവൊന്നും വിജയ് എന്ന് പറയുന്ന നടനെ തളർത്താൻ പറ്റിയ നെഗറ്റീവൊന്നുമല്ല. വിജയ്ക്ക് മുകളിൽ ഒരു നെഗറ്റീവും നിൽക്കില്ല എന്ന് തോന്നുന്നു. അതുതന്നെയാണ് രാവിലത്തെ കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഫാക്നിക്കിൻ്റെ കണക്കും പ്രകാരം ഏകദേശം 78,21,00,000 രൂപയാണ് ഈ ചിത്രം തൂത്തുവാരിയിരിക്കുന്നത്. കോടികളുടെ കഥ വേറെ ലെവലാണ്. അങ്ങനെ വിജയുടെ ചിത്രം ആദ്യ ദിവസം 78,27,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 48,27,00,000 ഇന്ത്യ ഗ്രോഫാണ്. പിന്നെ ഓവർസീസ് കളക്ഷൻ 30 കോടിക്ക് മുകളിലുമാണ്. അങ്ങനെ 78,27,00,000 രൂപ. ഇനിയും സ്റ്റേറ്റ് വൈസ് ആയിട്ട് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് തൂത്തുവാരിയിരിക്കുന്നത്. തമിഴ്നാട് പ്രീസെയിൽ 15 കോടി എത്തിയ ചിത്രം ആദ്യ ദിവസം 24 കോടി പിന്നിടുന്നു തമിഴ്നാട്ടിൽ നിന്ന്. കർണാടകത്തിലും അല്പം കുറവൊന്നുമല്ല. കർണാടകത്തിൽ നിന്ന് 11,21,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് 5,52,00,000 രൂപയും കളക്ട് ചെയ്തു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,50,00,000 കളക്ട് ചെയ്ത ചിത്രം ആന്ധ്ര തെലങ്കാന ബേസ് 4 കോടിയും കളക്ട് ചെയ്തു. അങ്ങനെയാണ് 78,27,00,000 എന്ന് പറഞ്ഞത്. അപ്പം സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള കണക്കുകളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ നമ്മൾ നോക്കുമ്പോഴും മികച്ച രീതിയിലുള്ള കളക്ഷൻ മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തെ ദിവസം കൊണ്ട് ഏകദേശം 100-110 കോടിയിലേക്ക് മുകളിലേക്ക് ചിത്രം മാറുമെന്ന് ഏകദേശം ഉറപ്പാണ്. അപ്പം 2 ദിവസം കൊണ്ട് 100 കോടി കിടക്കുന്ന ഒരു ചിത്രമായിട്ട് വിജയുടെ ജനനായകൻ മാറുന്നു. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് നോക്കുമ്പോൾ രാവിലെ നമ്മൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പോഴും ഏകദേശം 20,000 ടിക്കറ്റിന് മുകളിലാണ് മണിക്കൂർ വിറ്റുമാറിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു വരും മണിക്കൂറിൽ അത് 30,000 ഒക്കെ കിടക്കാനുള്ള സാധ്യത കിട്ടും. അപ്പം നെഗറ്റീവ് ഒന്നും ചിത്രത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകാം. അപ്പം ജനനായകൻ അല്ലെങ്കിൽ വിജയുടെ ചിത്രത്തിന് എന്ത് നെഗറ്റീവ് ഇല്ലേ? വിജയുടെ ചിത്രത്തിന് ഒരു നെഗറ്റീവ് ഇല്ല. എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ തിയേറ്ററിൽ പോയി വിജയുടെ പല ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. കുറച്ച് ഡാൻസ്, കുറച്ച് പാട്ട്, കുറച്ച് സെൻറ്റിമെൻറ്റ്സ്, കുറച്ച് ആക്ഷൻ രംഗങ്ങളൊക്കെയാണ് വിജയുടെ ചിത്രങ്ങളിലെ എല്ലാവരും പ്രത്യേകത. അത് ഈ ചിത്രവും തരുന്നുണ്ട്. അപ്പോൾ ആരാധകരെ സംബന്ധിച്ച് വിജയുടെ തിയേറ്ററിൽ പോയിരിക്കുക, വിജയുടെ രംഗങ്ങളൊക്കെ കാണുക, വിജയെ നോക്കിയിരിക്കുക എന്നുള്ളതാണ് അവരർത്ഥമാക്കുന്നത്. പിന്നെ ആഘോഷിക്കാൻ പറ്റിയൊരു ചിത്രമാണ്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് തിയേറ്റർ പൂരപ്പുറമാകുന്നുണ്ട്. ആഘോഷപൂർവ്വം ഇത് കൊണ്ടാടുന്നുണ്ട്. പിന്നെ വേറെ അത്ഭുതം എന്ന് പറയുന്നത് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പല വിവാദങ്ങളുണ്ടായിരുന്നു. അതൊന്നും ചിത്രത്തെ ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചിത്രം ലീക്കായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. കോടികൾ ഈ ചിത്രം കണ്ടു എന്നും പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ഈ ചിത്രത്തെ ബാധിച്ചിട്ടില്ല എന്ന് ഈ കളക്ഷനൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് എടുക്കാൻ വേണ്ടിയിരുന്ന ചിത്രം, പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിജയ് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് ഈ ചിത്രം വരുന്നത്. അത് വിജയ് ആരാധകരെ സംബന്ധിച്ച് ഇരട്ടി മധുരവും കൂടാണ്. അതൊക്കെ തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരാധകർ തിമിർത്താടുകയാണ്. വിജയുടെ ചിത്രം 100 കോടിയും കടന്ന് മുന്നേറും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു വീക്കെൻഡിലൂടെ ഈ ചിത്രം 200 കോടി കിടക്കുന്ന ചിത്രമായി മാറാം. പക്ഷേ ഈ ചിത്രം 500 കോടി കിടക്കുന്ന വിജയുടെ ചിത്രമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഒക്കെ.